വലിയ നോമ്പിൻ്റെ ആദ്യ ദിനം നാം ധ്യാനിക്കുന്ന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവിൻ്റെ കാഴ്ചപരിധിയിൽ കൈകാലുകൾ കഴുകുവാൻ കാത്തുവച്ചിരുന്ന കൽഭരണികൾ ഇപ്പോൾ കർത്താവിൻ്റെ കൃപയാലും കരുണയാലും ക്രിസ്തുനാഥൻ്റെ കരവലയത്തിൽ. കണ്ടുനിന്ന കാഴ്ചക്കാരെയും കാര്യം മനസ്സിലാകാത്ത കാര്യവിചാരകരെയും കോരിത്തരിപ്പിക്കും വിധം കാസയായി മാറിയ കൽപാത്രങ്ങളിൽ ഇപ്പോൾ മുന്തിരി വീഞ്ഞ് മധുരിക്കുന്നു. മാധുര്യമേറിയ മുന്തിയ ഇനം മുന്തിരി രസം നീ ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ എന്ന വിരുന്നുവാഴിയുടെ വാക്കുകൾക്ക് വീട്ടുടയവൻ്റെ ഹൃദയത്തിൽ നിന്നും മറുപടി: തമ്പുരാൻ തന്നതൊന്നും മോശമായതല്ല, എല്ലാം മെച്ചമായത് മാത്രം. തമ്പുരാൻ തന്നതൊന്നും മോശമായതല്ല, എല്ലാം മെച്ചമായത് മാത്രം.